എപ്പോഴും കാണാറുണ്ട്. എല്ലാവർക്കും നമസ്കാരം. പുതിയ എപ്പിസോഡിലേക്ക് സ്വാഗതം. നമ്മളിപ്പോൾ നിൽക്കുന്നത് ഗോവയിലെ അഞ്ജുന എന്ന് പറയുന്ന സ്ഥലത്താണ്. നമ്മൾ ഇന്ന് ഭാഗത്ത് പോയി സ്റ്റേ അടിക്കാനൊരു പ്ലാനുണ്ട്. അപ്പോൾ ആ ഏരിയ ഒക്കെ കാണാമല്ലോ. അപ്പോൾ നമ്മളിപ്പോൾ പോകുന്നത് എങ്ങോട്ടാണെന്ന് അറിയാമോ? ഗോവയിൽ വന്നു കഴിഞ്ഞാൽ കണ്ടിരിക്കേണ്ട ഒരു സ്ഥലമാണ് ചപ്പോര ഫോർട്ട്. അതായത് മറ്റേ ദിൽ ചാഹത്താ ഹൈ എന്ന് പറയുന്ന ആമിർ ഖാൻ്റെ ഒക്കെ സിനിമ ഉണ്ടല്ലോ, ആ സിനിമ ഷൂട്ട് ചെയ്തതിന് ശേഷം ഭയങ്കര ഫേമസ് ആയ ഒരു സ്ഥലമാണ്. അതല്ലേ, നമുക്ക് അവിടെ പോയാലോ? പിന്നെന്താ, അത് എനിക്ക് തോന്നുന്നു ഗോവയിൽ വന്നതിന് ഏറ്റവും കൂടുതൽ വിനോദസഞ്ചാരികൾ സന്ദർശിക്കുന്ന ഒരു കോട്ട കൂടിയാണ്. അപ്പോൾ ആദ്യം നമ്മൾ അങ്ങോട്ടേക്ക് പോകുന്നു, അതിനുശേഷം ബാക്കി ഈ സ്ഥലങ്ങളൊക്കെ ഒന്ന് വെറുതെ ചുറ്റിക്കറങ്ങുന്നു, ബീച്ച് പോകുന്നു, അവിടെ പോകുന്നു, ഇവിടെ പോകുന്നു, എല്ലായിടത്തും നമുക്ക് പോവാം, നോക്കാം. കുറേ സ്ഥലങ്ങളുണ്ട്. യെസ്. അപ്പോൾ നമ്മൾ താമസിച്ച ഹോട്ടലാണ് ഈ കാണുന്നത്. ഞങ്ങൾ റൂം മുകളിലായിരുന്നു. ചെക്കൗട്ട് ചെയ്തു, ബ്രേക്ക്ഫാസ്റ്റിനകത്ത് ഇൻക്ലൂഡ് ആയിരുന്നു. നമ്മൾ ഇന്നലെ പൂളിൽ ഇറങ്ങാൻ വിട്ടു അല്ലേ? അത് ഇന്നലെ മൊത്തം ഓട്ടോ ആയിരുന്നു, ടയർഡായി പോയി. പിന്നെ ഇന്നലെ മഴയൊക്കെ ഉണ്ടായിരുന്നു. ഇന്ന് രാവിലെ നല്ല മഴയായിരുന്നു, ഇവിടെയൊക്കെ നനഞ്ഞിറങ്ങണ്ട. ഇവിടുത്തെ മഴയുടെ പ്രത്യേകത അല്ലേ, വളരെ പെട്ടെന്ന് മഴ പെയ്തു. 5 മിനിറ്റ് മഴയുള്ളൂ, എന്നാ ഭീകര വെള്ളമായിരിക്കും. ഭയങ്കര വെള്ളമുള്ള മഴ പെയ്യും. ഒരു പക്ഷേ ഒരു 5 മിനിറ്റ് ഉണ്ടാവുള്ളൂ. 5 മിനിറ്റ് വേണമെങ്കിൽ എറിയുന്ന ആ മഴ അങ്ങ് പൊക്കോളും. പിന്നെ നമുക്ക് അടുത്ത പരിപാടി നോക്കാം. അതെ, അവിടുത്തെ കൂടെ മേഘ വിസ്ഫോടനം സാധനമൊന്നുമില്ല, വെള്ളപ്പൊക്കോ പരിപാടിയൊന്നും അങ്ങനെ വരുന്നില്ല. ഇനി അറിയത്തില്ല, ഇനി റെയിനി സീസൺ ആണിപ്പോൾ. പക്ഷേ ഇനിയിപ്പോൾ ഇതിൽ കൂടുതൽ മഴ പെയ്യുമെന്ന് അറിയാൻ പാടില്ല. നമ്മൾ വന്നിട്ട് ഇതുവരെ 5 മിനിറ്റ് പെയ്യുന്ന മഴ ഉള്ളൂ. അപ്പോൾ ഇതാണ് നമ്മൾ താമസിച്ച ഹോട്ടൽ. നമ്മൾ ചെക്കൗട്ടൊക്കെ ചെയ്തു, വണ്ടി മുമ്പിൽ പാർക്ക് ചെയ്തിട്ടുണ്ട്. ഇവിടെ തെന്നി വീഴുന്നുണ്ട് വെള്ളം എന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ. അവർ കോഷം വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് വണ്ടി എടുത്ത് നേരെ ആദ്യം ഫോർട്ടിലേക്ക് പോവാം. ഇതാണ് നമ്മൾ താമസിച്ച ഹോട്ടൽ. ഈ അഞ്ജുന ബീച്ചിൻ്റെ തൊട്ടടുത്ത് തന്നെയാണ് ഈ ഒരു ഹോട്ടലുള്ളത്. അതുകൊണ്ട് നമുക്ക് ബീച്ചിലോട്ടൊക്കെ പോകാൻ എളുപ്പമാണ്. അപ്പോൾ അതുകൊണ്ടാണ് ഇവിടെ റൂം എടുത്തത്. ഇവിടെ നമ്മുടെ വണ്ടി ഇട്ടത് ഇവിടെയാണ്, ഹോട്ടലിന് മുമ്പിൽ തന്നെ. സെക്യൂരിറ്റിയൊക്കെ ഉണ്ട്, അതുകൊണ്ട് പ്രശ്നമൊന്നുമില്ല. പക്ഷേ ആ ഭാഗത്തോട്ട് പോയി കഴിഞ്ഞാൽ ഇതിൻ്റെ അറ്റമില്ലേ, അവിടെ ഇഷ്ടം പോലെ പാർക്കിംഗ് സൗകര്യമുണ്ട്, പൈസ കൊടുക്കണമെന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ നമ്മുടെ ഇന്നത്തെ പരിപാടി ഇവിടെ ആരംഭിക്കുകയാണ്. ഇവിടെ നിന്ന് ചപ്പോര ഫോർട്ടിലേക്ക് ഒരു 8 മിനിറ്റ് ഉള്ളൂ, 2.5 കിലോമീറ്റർ. മാപ്പൊക്കെ ഇട്ടിട്ടുണ്ട്, മാപ്പ് നോക്കി അങ്ങ് പോവാം. ഓക്കെ, അപ്പോൾ നമ്മൾ ഫോർട്ടിൻ്റെ ഭാഗത്ത് എത്തി. ഇവിടെ പാർക്കിംഗ് ഉണ്ട്, 2 വീലർ പാർക്കിങ്ങും വേറെ സ്ഥലത്തുണ്ട്, ഇവിടെ കാർ പാർക്കിംഗ് 2 സ്ഥലത്തുണ്ട്. 100 രൂപയാണ് ഇതിന് ഫീസ് വരുന്നത് കേട്ടോ. 4 മണിക്കൂർ വരെ ഇടാം എന്നാണ് അവർ പറയുന്നത്. നമ്മുടെ വണ്ടി ഇവിടെ ഇട്ടു. ഈ കാണുന്ന മരം കണ്ടേ, ഇത് മൊത്തം ഞാവൽപ്പുഴ. പക്ഷെ എൻ്റെ നമ്മുടെ ഇവിടെ 350 രൂപ കണ്ടുണ്ട് കിലോന്. ഇവിടെ വെറുതെ വീണ് പോകണം. ഓക്കെ, താഴത്ത് മൊത്തം വീണ് കിടക്കാണ്. അയ്യോ, വണ്ടിയിൽ വീണ് കഴിഞ്ഞാൽ അറിയാവോ, പറക്കി കൊണ്ട് വിറ്റാലോ? വിറ്റാ നമുക്ക് കൊല കുത്തി ഉണ്ടായിരിക്കണം. അതെ, പുതിയൊരു ബിസിനസ് ആവുമല്ലോ. അതെ, ടീച്ചർ അടിക്കാനുള്ള ചീട്ടല്ലോ. സുഖമായിട്ട് വയ്ക്കാം. ഡിക്കിക്കകത്ത് പറക്കിയിട്ടുണ്ടോ? ഈ ചപ്പോറ ഫോർട്ട് രാവിലെ 10 തൊട്ട് വൈകിട്ട് 5 മണി വരെയാണ് ഓപ്പൺ ആയിട്ടിരിക്കണം. നമ്മൾ വണ്ടി പാർക്ക് ചെയ്ത ശേഷം ചെറിയൊരു ടാറിട്ട റോട്ടിൽ കൂടി കയറ്റം കയറി നടന്ന് നമ്മൾ വരുമ്പോൾ വീണ്ടും ഒരു സ്റ്റെപ്പ് ദൂരെ കാണാം. ഇവിടെ കുറേ കടകളൊക്കെ ഉണ്ട്. അവർ നമുക്ക് വാണിംഗ് തരുന്നുണ്ട്. ആര്? ഏകദേശം 100-300 സ്റ്റെപ്പുണ്ട്. വേണേ വെള്ളം മേടിച്ചോണ്ട് നോക്കുമ്പോൾ വലിയ വെള്ളമില്ലെന്ന്. അതുകൊണ്ട് ഇവിടുന്ന് ഒരു കുപ്പി വെള്ളം മേടിച്ച് കൈ വെക്കുന്നത് ചിലപ്പോൾ സേഫ് ആയിരിക്കും തോന്നുന്നു. നല്ല, അതുപോലെ നല്ല വെയിലുണ്ട്. ഒരു മണ്ടത്തരം പറ്റി തുപ്പി എടുത്തില്ല. അതെ, നല്ല വെയിലുണ്ട്. കുപ്പിയും വെള്ളവും 10 ലിറ്റർ വണ്ടി കിടക്കണ്. നമ്മളെ ആ വണ്ടി ഇട്ടിങ്ങ് പകുതി കയറി വന്നപ്പോഴേക്കും വന്ന് അത്രയേരം വെയിലില്ലായിരുന്നു. മഴ പെയ്യാനായിട്ടുള്ള ഒരു അന്തരീക്ഷത്തിൽ മൂടിക്കെട്ടി നിൽക്കായിരുന്നു. അതുകൊണ്ട് തൊപ്പി എടുത്തില്ല, വെള്ളം എടുത്തില്ല. ഈ നാരിയൽക്ക പാനിക്ക് എത്ര? വെള്ളത്തിന്റെ നോർമൽ റേറ്റ് 20 രൂപ, തണുത്ത വെള്ളമാണെങ്കിൽ 30 രൂപ. ഓ, അങ്ങനെയുണ്ട്. ഇനി 2 എന്തോ തണുത്തയാണെങ്കിൽ 2 മേടിച്ചാൽ 50 രൂപ. ഇവിടെ തണുപ്പിനും കാശാ നമ്മുടെ. ഇത് ഇത്ര 60. നിംബു പാനിക്ക് 30 രൂപ. ഓക്കെ, ഈ ഭാഗത്തെ ഇത്രയും സ്ഥലമുണ്ട് വണ്ടി പാർക്ക് ചെയ്യാനാണ്. എന്താ, പക്ഷേ നമ്മുടെ വണ്ടി ഇങ്ങനെ കയറ്റി വിട്ടില്ല. കയറ്റി വിടാത്തോണ്ടാണോ നമ്മളിനി? കയറ്റി വിടില്ല, അവിടെ ബാരിക്കേഡ് വെച്ചിട്ടുണ്ട്. ഇങ്ങോട്ട് കയറ്റി വിട്ടില്ല. ഇവിടെ പാർക്ക് ചെയ്യാനുള്ള സ്പേസ് ഉണ്ട്, പക്ഷെ താഴത്തും സ്പേസ് ഉണ്ട്. അപ്പോൾ ഡിപ്പാർട്ട്മെന്റ് ഓഫ് ആർക്കിയോളജി എന്ന് പറഞ്ഞ് എഴുതിയിട്ടുണ്ട്. സമയം 10 തൊട്ട് 5 വരെ. അപ്പോൾ സ്റ്റെപ്പുകൾ എണ്ണി തുടങ്ങാട്ടാ. അത് ചെറിയ സ്റ്റെപ്പ് അല്ല, എന്താ അറിയാം, കറക്റ്റ് ഒരു നമ്മുടെ വെട്ടുകല്ലില്ലേ, ലാറ്ററൈറ്റ് സ്റ്റോൺ, കറക്റ്റ് അതിന്റെ ഉയരമാണ്. അളവ് കറക്റ്റ് ആണല്ലേ, നല്ല വൃത്തിയായിട്ട് ഉണ്ടാക്കിയേക്കണം. കണ്ടാ, വേറെ കാര്യമുണ്ട്, ഇവിടെ വെട്ടുകല്ല് ഇഷ്ടംപോലെ കിട്ടുമായിരിക്കും അല്ലേ? അത് ഇവിടുത്തെ മണ്ണ് ശ്രദ്ധിച്ചാൽ വെട്ടുകല്ലിന്റെ ഉണ്ടാക്കുന്ന ഈ മണ്ണ് കൊണ്ടാന്ന് തോന്നുന്നു അല്ലേ? അത് ഈ മണ്ണ് തന്നെയല്ലേ, ജസ്റ്റ് കട്ട് ചെയ്ത് അങ്ങ് എടുക്കുന്നു എന്ന് മാത്രം. ഇത് ഞാൻ കട്ട് ചെയ്തിട്ടുണ്ട്. അതെ, അത് തന്നെ കണ്ടാ, വെട്ടുകല്ലാണ് ഇത് മൊത്തം. ഇത് കട്ട് ചെയ്തെടുക്കണ കണ്ടാ. അങ്ങനത്തെ പാറ ഇവിടെ ഉള്ള. കുറെ നാളായിട്ട് എക്സസൈസും സംഭവം ഇല്ലാത്തതുകൊണ്ട് കതച്ച്. അതെ അതെ, ചേട്ടാ മോനെ, നമ്മൾ ഇവിടെ വന്നപ്പോ നമുക്ക് ഏറ്റവും നല്ല കാഴ്ചതാ. വീട്ടിലെ വ്യൂ. ഇനിയും കുറച്ചുകൂടി മുകളിലോട്ട് കയറാണ്ട് കടലിന്റെ വ്യൂ ആണ്. കടല് 2 കളറായിട്ട് കാണുന്നത്, 2 അല്ല 3 കളറ്. അതെ, എന്താ
ഇങ്ങോട്ട് വരും തോറും അഴുക്ക് കൂടുന്നത്, അങ്ങോട്ട് പോകും തോറും നീല കളർ, കറക്റ്റ് പച്ച നീലയായിട്ടുള്ള കളർ. ഈ കോട്ടയ്ക്ക് ഇന്ന് 407 വർഷം പഴക്കമുണ്ട്. അതായത് 1617 അന്നത്തെ രാജവംശമായിരുന്ന ആദിൽ ഷാഹി രാജവംശത്തിലെ ഭരണാധികാരിയായിരുന്ന ആദിൽ ഷായാണ് ഈ കോട്ട ഇവിടെ നിർമ്മിച്ചത്. ഈ ആദിൽ ഷാഹി രാജവംശം സുൽത്താനേറ്റ് ഓഫ് ബിജാപൂരിന്റെ ഭാഗമായിരുന്നു. ഈ ബിജാപൂർ എന്ന് പറയുന്നത് ഇന്നത്തെ കർണാടകയിലെ വിജയപുര എന്ന് പറയുന്ന സ്ഥലമാണ്. അത് 2014 നവംബർ 1 അവർ പേര് മാറ്റിയിരുന്നു. ഇപ്പോ ആ പഴയ ബിജാപൂര് ഇന്ന് വിജയപുര എന്നാണ് അറിയപ്പെടുന്നത്. ആദ്യകാലത്തെ ആധുനിക രാജ്യമായിരുന്നു ബിജാപൂര് സുൽത്താനേറ്റ്. ഈ ബിജാപൂര് സുൽത്താനേറ്റ് ഇന്നത്തെ മുംബൈ തൊട്ട് തമിഴ്നാട്ടിലെ തഞ്ചാവൂര്, മധുര വരെയും നമ്മുടെ മലബാറും കൊച്ചി വരെയും ഈ ബിജാപൂർ സുൽത്താനേറ്റിന്റെ ഭാഗമായിരുന്നു. 1490 യൂസഫ് ആദിൽ ഷാ ബിജാപൂർ സുൽത്താനേറ്റിന് തുടക്കമിട്ടത്. അത് 1686 സിക്കന്ദർ ആദിൽ ഷായുടെ കാലം വരെ, അതായത് 196 വർഷത്തോളം നിലനിന്ന ഒരു സാമ്രാജ്യമായിരുന്നു ഈ ബിജാപൂർ സുൽത്താനേറ്റ്. പിന്നീട് മുഗൾ ചക്രവർത്തിയായ ഔറംഗസേബ് ഈ പ്രദേശം കീഴടക്കിയ ശേഷം 1686 സെപ്റ്റംബർ 12 ബിജാപൂർ സുൽത്താനേറ്റ് പൂർണ്ണമായും മുഗൾ സാമ്രാജ്യത്തിലേക്ക് ലയിച്ചു. അങ്ങനെ ഈ ഗോവയും അതിന്റെ ഭാഗമായി. പിന്നീടാണ് പോർച്ചുഗീസുകാർ വരുന്നതും പോർച്ചുഗീസുകാരായിട്ട് മറാഠകൾ യുദ്ധം ചെയ്ത് ഈ പ്രദേശം മറാഠകളുടെ കീഴിലായി. മറാഠകളുടെ നിന്ന് വീണ്ടും പോർച്ചുഗീസുകാർ ഈ പ്രദേശം പിടിച്ചെടുക്കുകയും ചെയ്തു. പോർച്ചുഗീസുകാർ വന്ന ശേഷം ഈ കോട്ടയ്ക്ക് പല കാലഘട്ടത്തിൽ പലതവണ മാറ്റങ്ങൾ സംഭവിച്ചിട്ടുണ്ട്. പോർച്ചുഗീസുകാരാണ് ഈ കോട്ടയ്ക്ക് ചപ്പോര എന്ന് പേര് മാറ്റിയത്. ആക്രമിക്കാൻ പറ്റുന്നുണ്ടോ നമുക്ക് നോക്കാം. ആര് വരാ? ഇതെന്താണ്? കൂടാ, രൂപക്കൂട് പോലെ ഉണ്ടല്ലോ. ഇതിനകത്ത് നിന്ന് വീക്ഷിക്കുന്നത് നമുക്ക് മറ്റേ സാധനം ഉണ്ടെന്നുണ്ടെങ്കിലേ ഇതിനകത്ത് വെച്ചോട് നോക്കാം. നല്ല സൗകര്യം നോക്ക്. തണുപ്പാണ് എൻ്റെ ഉള്ളിൽ. നല്ല തണുപ്പുണ്ട് കേട്ടോ. ഇതിന്റെ ഉള്ളിൽ നല്ല കാറ്റൊക്കെ വരുന്നതിന്റെ ഉള്ളിൽ കൂടി നല്ല തണുപ്പ് കേട്ടോ. നല്ല തണുത്ത കാറ്റടിക്കണം. അതുമല്ല പുറത്ത് നല്ല കൊടുക്കത്തെ വെയിലല്ലേ. ഈ ഒരു കല്ലിന്റെ തണുപ്പുണ്ട് കേട്ടോ. കൊള്ളാട്ടോ, അടിപൊളി. ഇതിനകത്തൂടെ ഈ ഭടന്മാർ ഇവിടെ മറ്റേ അമ്പല്ലല്ലോ, ഇവര് അന്ന് തോക്കൊക്കെ ഉണ്ട്. ആണോ? അമ്പ് പണ്ടല്ലേ. അപ്പൊ അതിന് മുമ്പുള്ള സാധനമായിരിക്കും ഇവിടെ. തോക്കും പീരങ്കിയൊക്കെ ഉണ്ടല്ലോ. നീ വിയർത്തൊരു പരിപാടി കേട്ടോ. വേർത്ത് കുളിച്ച് രക്ഷയില്ല. പക്ഷെ നല്ലൊരു സൗകര്യം കേട്ടോ ഇവിടെ. കുറച്ചേരം ഇവിടെ മാത്രം കാറ്റടിക്കണം. വെയിലത്ത് നടന്നു വരുമ്പോഴേ ഇത് തലയിൽ വീഴുമ്പോ ഇതിനകത്ത് ചെറിയൊരു ഊട്ടയുണ്ട്. ആ ഊട്ടയ്ക്കകത്തോടെ വെളിച്ചം കാണുന്നുണ്ട്. തൊടണ്ടട്ടോ, എല്ലാം മറഞ്ഞൊക്കെ വേണം. പുരാവസ്ഥയാണ്. പക്ഷെ നല്ല രസമുണ്ട് കേട്ടോ, അടിപൊളിയാ. പഴയ ഒരു ആംബിയൻസ് ഒക്കെ കിട്ടും നമുക്ക് ഇവിടെ നിൽക്കുമ്പോഴേ. പണ്ട് അവരെങ്ങനെയായിരുന്നു ഇവിടെയൊക്കെ നോക്കിയിരുന്നതെന്നൊക്കെ നമുക്ക് മനസ്സിലാക്കാം. ഈ ദിൽചാഹ് ഷൂട്ട് ചെയ്ത് ഇവിടെ അല്ല, ആ സൈഡല്ലേ ആയിരിക്കും. ഇതിനകത്ത് കുറെ സ്ഥലം ഉണ്ടല്ലോ. ഇതിന്റെ അപ്പുറത്തും ഇപ്പുറത്തൊക്കെ കുറെ സ്പേസ് ഉണ്ട്. എനിക്ക് വേണമെങ്കിൽ ഞാൻ അതിനകത്ത് ഫ്രെയിം നോക്കുമ്പോഴേ ഓപ്പോസിറ്റ് കടലിന്റെ അവിടെ ഒരു മറ്റേ ദ്വീപല്ല, കടലിലേക്ക് ഇറങ്ങി നിൽക്കുന്ന ആ റൗണ്ടാണ് ആ ഒരു കരഭാഗം കാണാം. ആ ഒരു ഇതിനകത്ത് നമുക്ക് അവിടെ നോക്കാം. സൈഡായിരിക്കും മിക്കവാറും. നമുക്ക് പോവാം അങ്ങോട്ട്. ഇവിടെ ഒരുപാട് പേര് വന്നിട്ടുണ്ട്. ഓഫ് സീസൺ ആണെങ്കിലും എല്ലാവരും ഗോവ വന്നു കഴിഞ്ഞാൽ ഇവിടെ വരാണ്ട് പോവില്ല. കാരണം ആ സിനിമ അത്രയും ഫേമസ് ആക്കിയ സ്ഥലം, ഷൂട്ടിംഗ് ലൊക്കേഷൻ ആണല്ലോ. അല്ല, ഇവിടെ ഹിന്ദിക്കാർ പ്രത്യേകിച്ച് വരും. ഇവിടെ വന്നില്ല നഷ്ടം തന്നെ കേട്ടോ. നല്ല രസമുണ്ട് കേട്ടോ, കിട്ടിലും വ്യൂ ആണ്. വരുമ്പേ ഒറ്റക്കാരൻ ശ്രദ്ധിച്ചാൽ മതി, വെയിൽ. നമ്മളിപ്പോൾ മഴ സീസണിൽ വന്നിട്ടും നല്ല പൊള്ളുന്ന വെയിലുണ്ട്. ഇതെന്താണ് ഈ പാറ കറുത്തൊക്കെ ഇരിക്കുന്നത് അല്ലേ? മറ്റേ നമ്മുടെ വെട്ടുകല്ലാണല്ലേ? അത് തന്നെ. ഇത് വെട്ടിയാണ് കല്ലുണ്ടാക്കുന്നത്. പക്ഷെ ഇതിന് ഭയങ്കര ഹാർഡല്ലേ? ഇത് വെച്ച് വീട് പണിയാനൊക്കെ അടിപൊളിയല്ലേ? ഇത് വെച്ച് നമ്മളിപ്പോ ആ കയറി ചെയ്യുന്ന സാധനത്തിനകത്ത് ഇത്ര തണുപ്പ് വരാനുള്ള കാരണം എന്താ? ഈ സാധനം വെട്ടി വെച്ചിട്ടാണ് ആ സാധനം പണിത് വെച്ചേക്കുന്നത്. പക്ഷെ നമ്മുടെ അവിടെ ഭയങ്കര പൈസ അല്ലേ? നോർമൽ പ്രൈസ്. നമ്മുടെ കണ്ണൂർ ഭാഗത്തൊക്കെ ഇതിന് നോർമൽ പ്രൈസേ ഉള്ളൂ. അവിടെ അത് കിട്ടും. അവിടെ ഇഷ്ടം പോലെ. അവിടെ പുല്ല് അതിൽ വരെ ഈ സാധനം വെച്ചാൽ പണി. നമ്മുടെ അവിടെ എറണാകുളത്തോ അല്ലെങ്കിൽ തെക്കൻ കേരളത്തിലൊക്കെ ഇതിന് പൊന്നും വില. അപ്പൊ സാധനം നമ്മൾ അവിടെ വീട് പണിയാൻ മാത്രമേ ഉപയോഗിക്കുന്നുള്ളൂ. ഇവിടുന്നൊക്കെ കുറെ ഇരിപ്പുണ്ട്, വെട്ടിക്കൊണ്ടുപോയായിരുന്നു. ഇത് പക്ഷെ പാറ വ്യത്യാസമുണ്ട്. ഈ പാറ കണ്ട, ഇത് മറ്റേ സാധാരണ പാറ. പക്ഷെ അതിന്റെ കൂടെ മറ്റേ പാറയുണ്ട്. അതിന്റെ കുറച്ചുകൂടെ തിക്കായിട്ടുള്ള സാധനമാണ് അത്. അതിനേക്കാളും തിക്കല്ലേ? അത് തന്നെ, അതിന്റെ കുറച്ചുകൂടെ തിക്കായിട്ട് സാധനം. പക്ഷെ ഇതുണ്ട്, ഇതൊക്കെ വെട്ടുകല്ല. ഇത് മിക്സ് ആയിട്ടാണ് വന്നേക്കണം. അപ്പോൾ ഇതൊക്കെയാണ് ഇവിടുത്തെ ഭൂമിശാസ്ത്രമായ കാര്യങ്ങൾ. അതുപോലെ നമ്മുടെ ആനന്ദം എന്ന് പറയുന്ന മലയാള സിനിമ ഇവിടെ ഷൂട്ട് ചെയ്തിട്ടുണ്ട്. ഇവിടെ കുറച്ച് ഭാഗങ്ങളുണ്ട് അതിനകത്ത്. പക്ഷെ ആ സിനിമയിൽ ഈ ദിൽചാഹയുടെ കാര്യം പറയുന്നുണ്ട്. പിന്നെ വേറെ ഏതൊക്കെയോ പടം ഉണ്ട്, ഇഷ്ടംപോലെ പടമുണ്ട്. ഏതൊക്കെയാണെന്ന് കറക്റ്റ് അറിയാം. ഞാൻ കുറച്ച് വൈഫിനെ വിളിച്ചത് വീഡിയോ കോൾ കാണിച്ചേ. അപ്പം പുള്ളിക്കാരൻ ഇത് സിനിമയ്ക്കത്തൊക്കെ ഉള്ള സ്ഥലമല്ലേ? ഞാൻ അതെ. അപ്പോൾ വേറെ ഏതൊക്കെയാണ് സിനിമകൾ ഷൂട്ട് ചെയ്തതെന്ന് നിങ്ങൾക്ക് അറിയാവുന്നവരുണ്ടെങ്കിൽ കമന്റ് ചെയ്യാം. അതെ.
എനിക്ക് തോന്നുന്നു ഈ സൈഡിൽ എവിടാണ്ട് വേണ്ട അവര് നിന്നേച്ചെന്ന് തോന്നുന്നു ദിൽഷാത്ത. കാരണം ഈ അവിടെ ഒരു ഭൂമിയുണ്ടോ. ഹലോ പരിചയമുള്ള എവിടെ പോയാലും നമ്മുടെ പരിചയക്കാരുണ്ടാവും. എവിടെ സ്ഥലം? നാട്ടിലെവിടെ? പാലക്കാടാണ്. ശരി, അതെ അതെ. കല്യാണം കഴിഞ്ഞില്ല. അക്കൗണ്ട് കാണിച്ചു കൊടുത്താൽ നമുക്കത് മതി. നിങ്ങൾ എത്ര ഉണ്ട്? 4 എല്ലാരും മലപ്പുറം? എവിടെ? സോറി, പാലക്കാട്. ശരി. നിങ്ങളെ മറ്റേ എടപ്പള്ളിന്ന് മറ്റേ കാർ എടുത്തിട്ട് നിങ്ങൾക്ക് കറങ്ങടിച്ചാ ഇരുന്ന് കാണലന്നെ. ഓക്കെ, താങ്ക് യു. അതെ, നിങ്ങളെ പോലുള്ളവരാണ് നമ്മുടെ ശക്തി. ഞങ്ങൾക്ക് ഞങ്ങൾ ഇങ്ങനെ നടന്നു പോകണം, പക്ഷെ ഒരിക്കലും പെട്ടെന്ന് കണ്ടാണല്ലേ. ഓക്കെ, അപ്പൊ കാണാം. ശരി. നമ്മളെ ഈ കോട്ടയുടെ ഈ ഭാഗത്തോട്ടൊരു വിടവുണ്ടായിരുന്നു, അതിൽ കൂടി നമുക്ക് ഇങ്ങോട്ട് ഇറങ്ങാൻ പറ്റും. അപ്പോൾ ഇവിടെ നിന്ന് കാണുന്ന വ്യൂ ആണ് ഈ കാണുന്നത്. ഇത് ശരിക്കും ഇനിയും അങ്ങോട്ട് നടന്നു പോകാം. ഇത് കണ്ടോ? പക്ഷെ അങ്ങോട്ട് നടക്കാൻ പറ്റുമോ? നടക്കാൻ ആഗ്രഹമുണ്ട്, പക്ഷെ ഒറ്റ പ്രശ്നമേ ഉള്ളൂ, തിരിച്ചു കയറുന്ന കാര്യം പറയുന്നത്. ഈ വെയിലത്തിന് തിരിച്ചു കയറുന്നത്. അത്രയും ദൂരം അല്ല, നടക്കാൻ പറ്റുമായിരിക്കും. എന്തായാലും നോക്കിയിട്ട് കാണുന്നില്ല, മൊത്തം കാട് പിടിച്ച് കിടക്കാണ്. പക്ഷെ ഇവിടെ നിന്നുള്ള വ്യൂ ഒക്കെ അടിപൊളിയാണ്. ഇത് കണ്ടോ? എനിക്ക് തോന്നേ ഈ കാണുന്ന ഭാഗമാണ് ആ ദിൽഷാത്തയിലെ ബാക്ക്ഗ്രൗണ്ട് ഉള്ളത്. നമ്മളിങ്ങോട്ട് കയറി വന്നത് ആ ഭാഗത്ത് കൂടിയാ. അതിനുശേഷം നമ്മൾ വ്യൂ ഒക്കെ കണ്ട ഏരിയ ആണ് ഇവിടെ. അതിനുശേഷം നേരെ ഇങ്ങോട്ടേക്ക് നടന്നു വരുമ്പോൾ ഇവിടെ ഒരു ഗേറ്റ് കാണുന്നുണ്ട്, മൊത്തം കാട് പിടിച്ചിരിക്കുകയാണ്. നമ്മൾ ആ ദിൽഷാത്തയുടെ ലൊക്കേഷൻ ഏത് ഭാഗത്താണെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. അതിങ്ങനെ തപ്പി നോക്കുന്നതാണ്, കറക്റ്റ് ലൊക്കേഷൻ കിട്ടുമെന്നറിയാം. ഇങ്ങോട്ടൊക്കെ കുറേ വഴിയൊക്കെ കാണുന്നുണ്ട്, നോക്കട്ടെ. ഇവിടെ വേറെ വ്യൂ ആണല്ലോ. നേരത്തെ കണ്ട ആ ഒരു ഭാഗം അങ്ങോട്ടൊക്കെ നടക്കാട്ടെ, വഴിയുണ്ട്. കണ്ട അവിടെ വഴി ഇതിലെയാണ് ഇറങ്ങണേന്ന് തോന്നുന്നു. ഈ ഗേറ്റ് ആണ് അടച്ചിട്ടേക്കണ. ഇറങ്ങാൻ പറ്റില്ല. അപ്പൊ ഇറങ്ങാനൊക്കെ പറ്റും, ഇറങ്ങണമെങ്കിൽ ഇറങ്ങാം. പക്ഷെ ഒരു ഗേറ്റ് അടച്ചിട്ടുണ്ട് ഇവിടെ. ഇത് കണ്ടോ? ഇവിടെ നിന്നുള്ള വ്യൂ ഇതാണ്. അതെ, നമ്മൾ ഇവിടെ മൊത്തം അരിച്ചു പറക്കി നോക്കിയേ. സംഭവം എന്താണെന്നറിയാമോ? നമ്മൾ കയറി നിന്ന കൂടാരമില്ലേ, അത് തന്നെയാ സാധനം. അതെ, വെറുതെ അവിടെ ഇവിടെയൊക്കെ നോക്കിയാ അത് മനസ്സിലായില്ല. അത് അവിടെ നമുക്ക് പോകുമ്പോൾ ഒന്നും കൂടി കാണിച്ചു തരാം. അത് തന്നെ സംഭവം, അത് തന്നെ, വേറെ ഒന്നുമല്ല. ഞാൻ വിചാരിച്ചു, പക്ഷെ എനിക്ക് തോന്നുന്നത് എന്താണ്, പക്ഷെ ബാക്ക്ഗ്രൗണ്ടില് ഇപ്പുറത്തെ സൈഡായിട്ടൊക്കെ തോന്നുന്നു. വേറെ ചേഞ്ച് ആയിട്ട് തോന്നുന്നു. പിന്നെ കുറെ വർഷമല്ലേ, 10-20 വർഷം കഴിഞ്ഞു. അതിൻ്റെ ആയിരിക്കും. അപ്പൊ ഇവിടെ നോക്കുമ്പോൾ ആളുകൾ മൊത്തം ആ മതിലിന്റെ മുകളിൽ കയറി നിൽക്കുന്നുണ്ട്. അത് നോക്കി, അപ്പുറത്ത് കടലല്ലേ, കടലിലോട്ട് വീഴും. ഇല്ല, നോക്കി അവിടെ പോയി നോക്കാം. അവിടത്തൊക്കെ അയച്ചു തന്നാൽ നോക്കാം. ഇവിടെയൊക്കെ മഴ പെയ്തിട്ട് വെള്ളം കെട്ടി നിൽക്കുന്നു. ഇത് കടന്നിട്ട് വേണം പോകാനായിട്ട്. ഇതൊക്കെ പഴയ കല്ലുകൾ. ഇതിലാണോ കയറണേ? ഇവിടെ കിട്ടില്ല വ്യൂ ആണ് കേട്ടോ. വ്യൂ മാത്രമല്ല, നല്ല കാറ്റും. എനിക്ക് തോന്നണേ ഇത്രയും വർഷം പഴക്കമുണ്ടായിട്ട് ഇത് പെട്ടെന്നൊന്നും നശിച്ചു പോകാത്തതിന് കാരണം ഈ കല്ലാന്നോ. കല്ലെല്ലാം സ്ട്രോങ് കല്ലാണ്. ഇത് കണ്ട? എനിക്ക് തോന്നണേ ഇത് വെച്ച് വീട് പണിത് കഴിഞ്ഞാൽ വർഷങ്ങളോളം, ചിലപ്പോൾ നൂറ്റാണ്ടുകളോളം നിൽക്കുമായിരിക്കും. നൂറ്റാണ്ടുകളോളം നിൽക്കുമല്ലേ? ഇവിടുത്തെ വ്യൂ രക്ഷയിലിട്ട മോനെ. കിട്ടില്ല കാറ്റും നല്ല ബീച്ച്. വേറെ കാര്യം ഉണ്ടോ? അതേപോലെ ഒരു സാധനം ഇവിടെ ഉണ്ടായിരുന്നു. ഇനി പൊളിഞ്ഞു പോയതാണോ? പൊളിഞ്ഞിട്ട് അങ്ങോട്ട് വീണ് പോയെന്ന് തോന്നുന്നു. ഇതേ കിടക്കണം. അപ്പോൾ നല്ല അടിപൊളി കാഴ്ചകളൊക്കെ കണ്ടു. നമ്മൾ പയ്യെ ഇറങ്ങി. ഇതിൽ കൂടി ആണ് ഇറങ്ങുന്ന സ്റ്റെപ്പ് ഉണ്ട് ഇങ്ങനെ. അതിൻ്റെ മുകളിലോട്ട് കയറാനുള്ള സ്റ്റെപ്പ് ഈ ഭാഗത്താണ്. അപ്പോൾ അവിടെ പോയിരുന്ന നല്ല കാറ്റും കാഴ്ചകളൊക്കെ കാണാൻ നല്ല രസമുണ്ട്. ഒരുപാട് പേര് ഇന്ന് വന്നിട്ടുണ്ട്. ശരിക്കും ഓഫ് സീസണായിട്ടും ആൾക്കാരുണ്ട് കേട്ടോ. നോർത്ത് ഇന്ത്യൻസ് തിക്കും തിരക്കും ഇല്ല എന്നുള്ളൂ, പക്ഷേ അത്യാവശ്യം ആൾക്കാരൊക്കെ ഉണ്ട്. ഇതേ നമ്മൾ കയറി വരുമ്പോൾ കുറച്ചിങ്ങ് മുന്നോട്ട് വരുമ്പോൾ ലെഫ്റ്റ് സൈഡിലാണ് ഈ സംഭവം ഉള്ളത്. നമ്മൾ നേരത്തെ കണ്ടത് തന്നെ. അപ്പോൾ ഇത് തന്നെയാണ് ആ ദിൽ ചാഹത്താ ഹൈ സിനിമ ഷൂട്ട് ചെയ്ത ആ ഒരു പ്ലേസ്. കണ്ട? വേറെ ഒന്നും അല്ല കേട്ടോ. ഇതേണ്ട, ഇത് തന്നെ സ്ഥലം. ഇത് തന്നെ, മാറ്റം വ്യത്യാസമൊന്നുമില്ല. ഇത് തന്നെ, പക്ഷെ നമുക്ക് പെട്ടെന്ന് മനസ്സിലായില്ലെന്നുണ്ട്. ഇതേണ്ട, ഇവിടെയാണ് ആ സിനിമ ഷൂട്ട് ചെയ്തത്. പക്ഷെ എനിക്ക് വേണേ ബാക്ക്ഗ്രൗണ്ട് ചിലപ്പോൾ വല്ല എഡിറ്റ് ചെയ്തോ എന്തെങ്കിലും ചെയ്ത് കാണും. വേണ്ട, ഇവിടെ നിന്ന് എടുത്തു കഴിഞ്ഞാലും ആ ഫോട്ടോ ലെഫ്റ്റ് സൈഡിൽ നിന്നെ കിട്ടത്തുള്ളൂ. കടൽ കിട്ടും. പക്ഷേ ലെഫ്റ്റ് സൈഡിൽ എനിക്ക് അറിയത്തില്ല കേട്ടോ. എനിക്കൊരു ഡൗട്ട്. ചിലപ്പോൾ അല്ല, സിനിമയല്ല, അത് എന്തെങ്കിലും ഗ്രാഫിക്സ് വർക്ക് ചെയ്ത് കാണും ചിലപ്പോൾ. ഇല്ലടാ, ഇതാ വ്യൂ. അവർ ഇരിക്കുന്ന സ്ഥലമൊക്കെ ഇവിടെയാ, ആ ചാരി ഇരിക്കുന്ന സ്ഥലമൊക്കെ.
പക്ഷെ ബാക്ക്ഗ്രൗണ്ട് ചേഞ്ച് ചെയ്തിട്ടുണ്ടോ എന്ന് ഡൗട്ട് ഉണ്ട്. ഉണ്ടാവാൻ വഴിയില്ല, എന്തായാലും കാണാൻ സൂപ്പറാ. അങ്ങനെയൊക്കെയാണ് സംഭവങ്ങൾ. അപ്പോൾ ഇവിടെ നല്ല അടിപൊളി, പക്ഷേ ഏറ്റവും കൂടുതൽ കാറ്റ് കിട്ടുന്നത് ഇവിടെ കേട്ടോ. നല്ല രസമുണ്ടല്ലേ. എനിക്ക് തോന്നണേ, ഞാൻ ആ സിനിമ യൂട്യൂബിൽ ആ സീൻ എടുത്ത് നോക്കിയേ. അപ്പോൾ പല സിനിമയല്ലേ, പല പല ഫ്രെയിമുകൾ വെച്ചാണ്. കുറച്ച് ഭാഗം ഇവിടെ ഷൂട്ട് ചെയ്തിട്ടുണ്ട്, കുറച്ച് ഭാഗം ആ സൈഡ് ചെയ്തിട്ടുണ്ട്. അതാണ് മനസ്സിലാവാത്തത്. അപ്പോൾ നമ്മൾ വിചാരിക്കുന്നത് ഒറ്റ സ്ഥലത്താണ്, പക്ഷെ അങ്ങനെയല്ല. ഇവിടെയാണ് ആളുകൾ വന്ന് മെയിനായിട്ട് ഫോട്ടോ എടുക്കുന്ന സ്ഥലം കേട്ടോ. കണ്ട. അപ്പോൾ നമ്മുടെ വീഡിയോ കാണുന്ന ആളെ വീണ്ടും ഇങ്ങോട്ട് സ്ഥിരമായിട്ട് കാണല്ലേ. പേരെന്താ? സ്ഥലം എവിടെ? മലപ്പുറം. എത്ര പ്ലാൻ ചെയ്തിരുന്നു. ഞാൻ ദുബായിലായിരുന്നു. ഹലോ അറിയില്ലേ? ശരി, അടിപൊളി. ഹലോ ഹലോ. നമ്മുടെ തായ്ലൻഡ് വീഡിയോ കണ്ടിട്ട് തായ്ലൻഡ് പോകാൻ പ്ലാൻ ചെയ്തിട്ടിരിക്കുകയാണ്. ഓക്കെ, സുഖമാണ്. അടിപൊളി. ശരിക്കേ എനിക്ക് തോന്നിയത് കണ്ട, ഭയങ്കര ഭംഗിയിൽ ചെയ്തേക്കണല്ലേ സ്റ്റെപ്പൊക്കെ. ഒരു വൃത്തിയുണ്ട്. എനിക്ക് ഇവിടെ തന്നെ കിട്ടുന്ന കല്ലായതുകൊണ്ട് അത് വെച്ചിട്ട് അങ്ങ് ചെയ്തേക്കാണ്. ഞാൻ ആലോചിക്കുന്നത് വെച്ചാല് ഈ ഫോർട്ടിനോട് മാച്ച് ആയിട്ടുള്ള കളറും കൂടിയാ. അപ്പൊ ഇത് വെച്ച് ചെയ്യുമ്പോഴേ ആ ഒരു പഴയ രീതിയിൽ തന്നെ നിൽക്കുകയും ചെയ്യും. നല്ല രസമുണ്ട്. വേറെ കാര്യം കണ്ട, മുമ്പിൽ കാണുന്ന മഴയാണ്. ഇതേ മഴ വരുന്നു. എന്ത് രസമല്ലേ. ഓ, കിട്ടില്ല മഴ വരുന്നുണ്ട്. എൻ്റെ ഒരു അഭിപ്രായത്തിലേ ഇവിടെ വൈകിട്ട് വരുന്നതാണ് നല്ലത്. പക്ഷെ ഇവിടെ 5 മണി വരെ ഉള്ളൂ. അപ്പൊ സൺസെറ്റ് കാണാൻ പറ്റില്ല. അത് ശരിയാണല്ലോ. അപ്പൊ വൈകിട്ട് വന്നിട്ട് കാര്യമില്ല. ഇല്ലടാ, ഒരു 3-4 മണിയാകുമ്പോൾ വന്നു കഴിഞ്ഞാൽ 3 മണിക്ക് വന്നു കഴിഞ്ഞാൽ കറക്റ്റ് ആയിരിക്കും. നല്ലൊരു വെയിലും ഉണ്ടാവില്ലല്ലോ. വെയിലില്ലാണ്ട് നമുക്ക് സുഖമായിട്ട് നിൽക്കാം. ഇവിടുന്ന് നോക്കുമ്പോൾ കാണുന്ന മഴക്കാറ് മാത്രമല്ല, ആ കാണുന്ന മഴയാണ് കേട്ടോ. നല്ല പൊളി മഴയാണ്. ഇങ്ങോട്ട് വരുന്നുണ്ടെന്നാ തോന്നണേ. അതിന് മുമ്പേ നമുക്ക് അതിന് മുമ്പേ കാറിക്കയറാ. വാ, അല്ലേ മഴയാണ് വരുന്നത്. ഇങ്ങോട്ട് വരുന്നുണ്ട്. മഴ കുടയില്ല, ഒന്നുമില്ല. വണ്ടിയിൽ കുടയിരിപ്പുണ്ട്. വാ, അങ്ങോട്ട് പോവാ, ഓടിക്കോ. അപ്പോൾ നമ്മളിവിടെ ആദ്യം കണ്ട കുറേ കടകളൊക്കെ ഇല്ലേ, ആ കടയിൽ കയറി നമുക്കൊരു നാരിയൽക്ക പാനി കഴിക്കാം. 60 രൂപ കേട്ടോ. തണുത്തത് കിട്ടും. ഇത് നോർമല്, പിന്നെ അവിടെ ഐസിലിട്ട് വെച്ചിട്ടുണ്ട്. അത് തണുത്തത്. ഐസിലിട്ട് തരുന്ന സാധനം തണുത്ത കരിക്ക്. ഈ തണുത്ത വേറെ കാര്യമാണ്. നേരത്തെ തണുത്ത വെള്ളം മേടിച്ചപ്പോൾ അവർ അഡീഷണൽ പൈസ മേടിച്ചിട്ടുണ്ടായിരുന്നു. തണുത്ത കരിക്കിന് പൈസ ഇല്ല. അങ്ങനെ ഒരു വ്യത്യാസമുണ്ട്. അഡീഷണൽ പൈസ ഇല്ലെന്ന്. പിടിച്ചോ, ഞങ്ങളുടെ തണുപ്പുണ്ടോന്ന്. ഹലോ, തണുപ്പുണ്ടോ? ഇത്ര ഞാൻ പ്രതീക്ഷിച്ചില്ല. മധുരമുണ്ടോ? ഓ, ആ ചേച്ചി ആദ്യം എനിക്ക് വേണ്ടി കിട്ടിയത് അതിനകത്ത് ഒന്നുമില്ല, വെള്ളമില്ലാത്തതുകൊണ്ട് മാറ്റിയിട്ട് വേറെ വരാമെന്ന് പറഞ്ഞു. നല്ല ആൾക്കാരാണ്. നല്ല ആൾക്കാരാട്ടോ മേഡം. ആ, ഇത് കഴിക്കാനുള്ളതുണ്ട്. ഉണ്ടാവും. കൊള്ളാട്ടോ. നല്ല തണുത്ത നല്ല ടേസ്റ്റും ഇല്ലേ? ഇവിടുത്തെ ലോക്കൽ ആയിരിക്കട്ടെ. ചിലപ്പോൾ ഗോവയിൽ ഇഷ്ടംപോലെ തെങ്ങുള്ള സ്ഥലമല്ലേ. നമ്മൾ മലയാളികളുടെ നമുക്ക് കിട്ടുന്ന വാട്ടക്കരിക്കും. നമുക്ക് അവിടെ വരുന്ന കരിക്ക് തമിഴ്നാട്ടിൽ നിന്നാണ്. പാലക്കാടിന് അങ്ങേറ്റം വരുന്നത്. ഇത് ഇവിടുത്തെ ലോക്കൽ സാധനമാവാൻ സാധ്യത. മോനെ, ഇത് കണ്ട കൊള്ളാട്ടോ, നൈസാണ്. അപ്പൊ നേരത്തെ കണ്ട മഴ ദേ വന്ന് പെയ്തു. അപ്പോഴേക്കും നമ്മൾ ഓടി വണ്ടി കയറി. ആ മഴ അങ്ങ് പോയി. നമ്മൾ നേരത്തെ പറഞ്ഞില്ല 5 മിനിറ്റ് ഇവിടെ മഴ പെയ്യുള്ളൂ. അതങ്ങ് വന്ന് പൊക്കോളും. അപ്പോൾ നമുക്കിനി അടുത്ത സ്ഥലത്തേക്ക് പോകാം. ഇപ്പോൾ ഏകദേശം സമയം 1 മണി ആയിട്ടുണ്ട്. നമ്മൾ ഇനി ഫുഡ് കഴിക്കാൻ വേണ്ടി പോവാണ്. ഒരു ഗോവൻ താലി കഴിക്കാം. നമുക്ക് ഗോവയിൽ വന്നാൽ നമുക്ക് താലി കിട്ടണമെന്നല്ല, താലി കഴിക്കണം. വേറെ ആ കാർ കണ്ട, ആ കാറിന്റെ ഫ്രണ്ട് വേറെ ഒന്നുമില്ല, പോലീസുകാരന്റെ തൊപ്പിരിക്കുന്നത്. എന്താ അറിയോ, അതിനകത്ത് പ്രൈവറ്റ് വണ്ടിയാണ്. ഗുജറാത്ത് വണ്ടിയാണ്. പ്രൈവറ്റ് വണ്ടിയാണ്. അയാൾക്ക് പോലീസ് എന്നുള്ള ബോർഡ് വെക്കാൻ പറ്റില്ല. അപ്പൊ അയാൾ പോലീസ് ആണെന്നുള്ള കാര്യം നാട്ടുകാരെ അറിയിക്കണം. വരുന്നവൻ ഇനിയിപ്പോ ചെക്കിങ്ങിന് ആരെങ്കിലും കൈ കാണിച്ചാ ഞാൻ ഗുജറാത്തിലെ പോലീസുകാരനാണെന്ന് പറയാലോ. നമുക്ക് നാളെ ഒരു തൊപ്പിയൊക്കെ മേടിച്ചിട്ട് ഇതിന്റെ ഫ്രണ്ടിലൊക്കെ വെച്ചേക്കാം. നമ്മുടെ കാറിന്റെ ഫ്രണ്ടില് ഇന്ത്യയുടെ കൂടിയുണ്ട് കേട്ടോ. ഞങ്ങൾ ഇന്ത്യക്കാരെന്ന് കാണിക്കാൻ വേണ്ടിട്ട്. ഇത് കണ്ട, ഗോവ ഹോപ്പ് ഓൺ ഹോപ്പ് ഓഫ്. ഇതേ ഒരു ബസ്സാണ്. ഇത് ഞാൻ ഉദ്ദേശിച്ച വണ്ടി തന്നെയല്ലേ? യെസ്, അത് തന്നെ. ഈ ബസ് നമുക്ക് ബുക്ക് ചെയ്യാം. എന്നിട്ട് ഗോവയിലെ എല്ലാ ടൂറിസ്റ്റ് സ്പോട്ടും ഈ ബസ് പോകും. കണ്ടാ, അങ്ങനെ ഒരു സംവിധാനം ഉണ്ട്. അതിന് റേറ്റ് ഒന്നുമില്ല. എനിക്ക് അത് വെബ്സൈറ്റിൽ നോക്കേണ്ടി വരും. ഇവരുടെ ആ ഗോവ എന്ന് പറയുന്ന വെബ്സൈറ്റ് നോക്കിക്കഴിഞ്ഞാൽ എൻ്റെ ഡീറ്റെയിൽസ് അറിയാൻ പറ്റും. ഞാനത് ജസ്റ്റ് കണ്ടായിരുന്നു. നമ്മൾ വിദേശ രാജ്യങ്ങളിലൊക്കെ കാണുന്ന പോലെ നമ്മുടെ തിരുവനന്തപുരത്ത് വന്നു. അതന്നെ സാധനം. നമ്മുടെ തിരുവനന്തപുരത്തില്ലേ, എല്ലാ സ്ഥലങ്ങളിൽ കൂടി പോവും. നമ്മുടെ പ്രധാനപ്പെട്ട എല്ലാ മെയിൻ ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷനിൽ ഈ സാധനമുണ്ട്. അതായത് വിദേശ രാജ്യങ്ങളിലൊക്കെ. അതേപോലെ ഗോവയിലും ഉണ്ട്. എനിക്ക് ആ ബസ് ബുക്ക് ചെയ്ത് കഴിഞ്ഞാൽ എനിക്കൊരു 2500 രൂപ സംതിങ് ആണെന്ന് തോന്നുന്നു കേട്ടോ. അതിന്റെ പ്രൈസ് എന്നാണ് എൻ്റെ ഓർമ്മ. അപ്പോൾ അത് എടുത്തു കഴിഞ്ഞാൽ എല്ലാ ടൂറിസ്റ്റ് സ്പോട്ടിലോട്ടും അവരിങ്ങനെ കറക്കിക്കൊണ്ടിരിക്കും. അത് നല്ലൊരു പരിപാടിയാണ്. ശരിക്കേ ഗോവ എനിക്ക് തോന്നുന്നത് ഈ മഴ സീസണും ഒരു പ്രത്യേക ഭംഗിയുണ്ട്. അതെ, ഇത് കണ്ട, വെയിലൊന്നും ഇല്ലാണ്ട്. കുറച്ചു മുമ്പ് നല്ല വെയിലായിരുന്നു അല്ലേ? പെട്ടെന്ന് കാലാവസ്ഥ മാറി. ഇപ്പോൾ മഴ പെയ്തു. ഇപ്പൊ മൂടിക്കെട്ടി നിൽക്കുന്ന അന്തരീക്ഷം. പക്ഷെ ഇതൊരു പ്രത്യേക രസമുണ്ട്. മഴയ്ക്കും ഭംഗിയുണ്ട്. അപ്പോൾ നമ്മൾ ഇന്ന് ഉച്ചക്ക് ഭക്ഷണം കഴിക്കാൻ തീരുമാനിച്ചിരിക്കുന്നത് ഈ കാണുന്ന കടയാണ്. സോൾ കടി.
അവിടെ പാർക്കിംഗ് ചെയ്യാൻ പറ്റും. ഇവിടെ ഉണ്ട്, അതേ മുമ്പിലുള്ളൂ. അപ്പോൾ ഇന്ന് ഇതാണ് നമ്മൾ ഗോവൻ ഫുഡ് കഴിക്കാൻ വന്നിരിക്കുന്ന റെസ്റ്റോറൻറ്റ്. അധികം തിരക്കൊന്നുമില്ല, ഓഫ് സീസൺ ആണല്ലോ, അതുകൊണ്ടായിരിക്കും. അപ്പോൾ നമ്മളിവിടെ വന്നിട്ട് ഗോവൻ ഫിഷ് താലിയാണ് പറഞ്ഞേക്കണത്. ഇവിടെ ഫിഷ് താലി കിട്ടും, അതുപോലെ ചിക്കൻ താലി, അങ്ങനെ പല ടൈപ്പ് ഉണ്ട്. എന്ന് വെച്ചാൽ ഇപ്പോൾ നമ്മൾ പറഞ്ഞ ഫിഷ് ആണല്ലോ, അപ്പോൾ ഫിഷിൻ്റെ വിഭവങ്ങളായിരിക്കും, അതായത് കടൽ വിഭവങ്ങളായിരിക്കും. ഇപ്പം ഇതിനകത്ത് ഞണ്ടുണ്ട്, അതുപോലെ കക്ക വെച്ചിട്ട് എന്തോ ഒരു സാധനമുണ്ട്, ചീരയുണ്ട്, പിന്നെ പൊടിമീൻ വെച്ചിട്ടുള്ളത്, പിന്നെ കിങ് ഫിഷിൻ്റെ ഒരു വലിയൊരു ഫ്രൈ ചെയ്തതും ഉണ്ട്. അത് റവ ഫ്രൈ ചെയ്തത്. അപ്പോൾ ഇതൊക്കെയാണ് ഗോവൻ താലിയിൽ വരുന്നത്. അത് കൂടാണ്ട് നമ്മൾ വേറെ സാധനം കൂടി പറഞ്ഞു. ഇത് മറ്റേ പ്രോൺസ് മസാല ഫ്രൈ എന്ന് പറയുന്ന സാധനം, നല്ല അടിപൊളി ടേസ്റ്റും എരിവും ഒക്കെ ആയിരുന്നു കേട്ടോ, അടിപൊളി, ഒരു രക്ഷയില്ല. അതിൻ്റെ കൂടെ നമ്മൾ വേറെ സാധനം കൂടി പറഞ്ഞു, കൂന്തൽ. ഇത് റോസ്റ്റ് അല്ല, മസാല ഫ്രൈ എന്നാണ് ഇവർ പറഞ്ഞത്. അപ്പോൾ അത് പറഞ്ഞു, അതൊക്കെ കഴിച്ചു. അതുപോലെ ഇപ്പോൾ നമ്മൾ ചെറിയൊരു ജ്യൂസും പറഞ്ഞു. അപ്പോൾ ഇതായിരുന്നു നമ്മുടെ ഇന്നത്തെ ഫുഡ്, ഗോവൻ ഫുഡ്. ഇപ്പം ഇത് ഗോവൻ ഫുഡ് ഇപ്പോൾ ഇവിടുത്തെ താലി കഴിച്ചത് അത്ര സെറ്റപ്പ് എന്ന് പറയാൻ, താലി അത്രയ്ക്ക് സെറ്റപ്പ് ഇല്ലെങ്കിലും ബാക്കിയുള്ള ഈ സൈഡ് ഈ പറഞ്ഞ പ്രോൺസ് ഒരു രക്ഷയില്ല, അടിപൊളി സാധനമായിരുന്നു. നമ്മുടെ നാട്ടിൽ ഷാപ്പിൽ പോയി ഫുഡ് കഴിക്കണ പോലെ സാധനം അല്ലേ. അപ്പോൾ അത് കൊള്ളായിരുന്നു. അപ്പോൾ ഗോവൻ ഫിഷ് താലി എനിക്ക് വേണം വേറെ എവിടെയെങ്കിലും നല്ലത് കിട്ടുമായിരിക്കും, നോക്കാം. അല്ലെ, നമുക്ക് ഇന്നിപ്പോൾ കഴിക്കാൻ പറ്റില്ലല്ലോ, ഇനി കഴിക്കാൻ പറ്റത്തില്ല. അപ്പോൾ നമ്മളെ ഇപ്പോൾ ഇവിടെ ഇരുന്നപ്പോൾ റൂം ബുക്ക് ചെയ്തു. നമ്മൾ ഇന്ന് താമസിക്കുന്ന വേറെ സ്ഥലത്താണ്, ഈ ബാഗ ബീച്ചിൻ്റെ അടുത്ത്, അവിടെ പോകാമെന്ന് പറഞ്ഞു. അപ്പോൾ നമ്മൾ ഇന്നലെ താമസിച്ചത് അഞ്ചുനയിലായിരുന്നു. ഇനി ബാഗയുടെ അങ്ങോട്ട് പോകാമെന്ന് വിചാരിച്ചിട്ട് നമ്മൾ വേറൊരു ഹോട്ടൽ ബുക്ക് ചെയ്തു. ഇനി അവിടെ പോയി ചെക്ക് ഇൻ ചെയ്യാം, നേരെ വിട്ടേക്കാം അല്ലേ. ഇവിടെ നിന്ന് ഒരു 5.5 കിലോമീറ്റർ, 20 മിനിറ്റ് താഴെ ഉള്ളൂ. അപ്പോൾ നമ്മളെ ഇവിടെ ഫുഡ് കഴിക്കാൻ വന്നപ്പോൾ ഇവിടെയും നമ്മളെ അറിയുന്ന മലയാളികളായിട്ടുള്ള തിരുവനന്തപുരംകാരല്ലേ, രണ്ടുപേരും തിരുവനന്തപുരമാണ്. നിങ്ങളുടെ ഹണിമൂണാണോ അല്ലേ? കല്യാണം കഴിഞ്ഞിട്ട് 3 വർഷമായി, 3ാമത്തെ ഹണിമൂണാണോ? ആ ഓക്കെ, യെസ്. അപ്പോൾ കണ്ടേ സന്തോഷം. അപ്പോൾ നമ്മൾ വണ്ടി ഓടി ബാഗ ബീച്ചിന്റെ ഭാഗത്ത് എത്തിയിട്ടുണ്ട്. ഇവിടെയാണ് നമ്മൾ സ്റ്റേ എടുത്തേക്കണത്. വൺ വേ കേട്ടോ, കണ്ടോ? ഇത് വൺ വേണം. ഇത് വൺ വേ. ഇതിലൂടെ ഓട്ടോറിക്ഷ ഓപ്പോസിറ്റ് വരുന്നത്. ഇതിൽ കൂടി ഇങ്ങോട്ട് വണ്ടി വരാൻ പാടില്ല, വൺ വേ ആണ് ശരിക്കും. ഇത് പല റോഡുകൾ ചെറുതായതുകൊണ്ട് അങ്ങനത്തെ സിസ്റ്റമാണ്. അപ്പോൾ അത് നോക്കി വേണം കേട്ടോ ഓടിക്കാനായിട്ട്. പക്ഷെ ഓട്ടോക്കാർക്ക് പിന്നെ അങ്ങനത്തെ അതിപ്പോൾ എവിടെയാണ് വലിയ സീനൊന്നുമില്ല. അപ്പോൾ അതേ നേരെ കാണുന്നത് ബീച്ചാണ്. ബീച്ചിൻ്റെ അടുത്ത് തന്നെയാണ് നമ്മൾ സ്റ്റേ എടുത്തേക്കണത്. ജസ്റ്റ് നടന്നാൽ ബീച്ചിലോട്ട് എത്താം. അപ്പോൾ അത് നോക്കിയാണ് എടുത്തേക്കണത്. അതേ റൈറ്റ് സൈഡ് കാണുന്നത് അരിസ്റ്റോ റിസോർട്ട്. ഇവിടെയാണ് നമ്മൾ ഇന്ന് സ്റ്റേ ചെയ്യുന്നത്. യെസ്, തുറക്കൂ ചേട്ടൻ എന്താ സംശയം? ഞങ്ങൾ ഇന്ന് ഇത് കാശ് കൊടുത്ത് താമസിക്കാൻ വന്നത് തന്നെയാണ്. ഇവിടെ പാർക്കിംഗ് ഉണ്ട്, അത് കാരണം സുഖമാണ്. ബാക്ക് അടിച്ചിടാം അല്ലേ. നല്ല കാറ്റുണ്ടോ, ഇത് നോക്കി, കാറ്റുണ്ട് ഇവിടെ. ബീച്ചിന്റെ തൊട്ടടുത്താ, അതാണ് ഇത്രയും കാറ്റ്. കണ്ടോ, അടിപൊളി കാറ്റല്ലേ, നല്ല കാറ്റാ, അടിപൊളി, രക്ഷയില്ലടാ. നമ്മൾ പോയി ചെക്ക് ഇൻ ചെയ്യട്ടെ, റൂമൊക്കെ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. എന്നിട്ട് നമുക്ക് വൈകിട്ടാകുമ്പോഴേക്കും ബീച്ചിൽ പോയിട്ട് ഇറങ്ങാം. ഇവിടെ ഇപ്പോൾ സമയത്ത് 3:30 കേട്ടോ, നല്ല മഴ വരുന്നുണ്ട് കേട്ടോ. അടിപൊളിയായിരിക്കും. റൂമൊക്കെ ചെക്ക് ഇൻ ചെയ്തു, ഇനി റൂമിലോട്ട് നടക്കാണ്. ഇത് ഞാൻ ജസ്റ്റ് ഓൺലൈനിൽ നോക്കി അങ്ങ് എടുത്തുന്നുള്ളൂ, പ്രത്യേകിച്ച് എന്തെങ്കിലും ഉണ്ടായിട്ട് എടുത്തതൊന്നുമില്ല. ബീച്ചിൻ്റെ അടുത്തൊരു സ്റ്റേ വേണമെന്ന് തോന്നി, അതുകൊണ്ട് എടുത്തതാണ്. അപ്പോൾ ഇതാണ് സ്റ്റേയുടെ കാഴ്ചകൾ. ഇവിടെ പല കാറ്റഗറി റൂമൊക്കെ ഉണ്ട്. ഈ പൂളൊക്കെ ഉണ്ട് ഇവിടെ, പൂൾ വ്യൂ ഉള്ളതും പിന്നെ വേറെന്തോ ടൈപ്പ് കാറ്റഗറി ഒക്കെ ഉണ്ട്. നമ്മൾ ഏറ്റവും ചെറിയ സാധാരണ ഒരു ഇതാണ് എടുത്തേക്കണം. ഇവിടുത്തെ റേറ്റ് ഇത്തിരി കൂടുതലാണ്, 8,000 രൂപയൊക്കെ വരും. പക്ഷെ നമ്മൾ ഓൺലൈനിൽ നമുക്കൊരു ഓഫർ ഉള്ളതുകൊണ്ട് 6,500 രൂപ കിട്ടി. കണ്ടോ, അടിപൊളി കോട്ടേജൊക്കെ ഉണ്ട്. നല്ല രസമുണ്ടല്ലേ. ഇതേ മഴയുള്ളതുകൊണ്ടാണ് ഇവർ ഈ പ്ലാസ്റ്റിക് ഇങ്ങനെ ഇട്ടേക്കണം കേട്ടോ. ഇപ്പോൾ റെയിനി സീസൺ അല്ല, അതാ. കാറ്റ് കണ്ടോ നിങ്ങൾ, ഭീകര കാറ്റാണ് കേട്ടോ. ഇതൊക്കെ കപ്പിൾ കോട്ടേജാണെന്ന് തോന്നുന്നു. കുറേ ഉണ്ടല്ലോ നടക്കാനായിട്ട്, നടന്ന് പോകണല്ലേ. കൊള്ളാട്ടോ, നല്ല രസമുണ്ട്. നടവഴിയൊക്കെ കൊള്ളാം. ഇത് ജിമ്മൊക്കെ ഉണ്ട്, ചെറിയ ചെറിയ ഐറ്റംസൊക്കെ ഇരിപ്പുണ്ട്. ഇതൊരു മാവാണല്ലോ, ഇത് കൊള്ളാട്ടെ, എനിക്ക് ഇഷ്ടപ്പെട്ടു. നല്ല നൈസൊരു പ്രോപ്പർട്ടിയാണ്. ഇതൊക്കെ വേറെ ടൈപ്പാണെന്ന് തോന്നുന്നു. നമുക്കുള്ളത് അതിൻ്റെ ഏറ്റവും അറ്റത്താണ് നമ്മൾ. ഇവിടെ സ്വിമ്മിംഗ് പൂള്, ഇതാണ് ഇവിടുത്തെ ചെറിയൊരു സ്വിമ്മിംഗ് പൂളാണ്. നമ്മളിവിടെ അല്ല കേട്ടോ, ഇത് കോട്ടേജ്. ഇതാണ് ഇതിന് റേറ്റ് കൂടുതലല്ല, 10,000 രൂപ കണ്ടാന്ന് തോന്നുന്നു ഇപ്പോൾ കണ്ടതൊക്കെ. ഇവിടെയാണ് ഏറ്റവും കുറഞ്ഞ ബഡ്ജറ്റുള്ളത്, 6,500, 8,000 രൂപ എന്നാലും വരും കേട്ടോ ഇതിന്. അപ്പോൾ ഇതാണ് നമ്മളുടെ റൂമാണ്. അത്യാവശ്യം നല്ലൊരു റൂമാണ്. ഉണ്ടോ, നല്ലതാണോ? അങ്ങനെയുണ്ട്. വ്യൂ ഉണ്ടോ? വ്യൂ ഒന്നുമില്ല, ഇവിടെ ഇരിക്കാം.
കുറച്ച് സമയം നമ്മൾ റെസ്റ്റ് എടുത്ത ശേഷം ഒന്ന് പുറത്തായിട്ട് ഇറങ്ങാമെന്ന് വിചാരിച്ചു. പക്ഷെ നല്ല മഴയാണ്. ഈ മഴ ഇടക്ക് വരെയും പോയൊക്കെ ചെയ്യുന്നുണ്ട്. സമയം ഇപ്പോൾ വൈകിട്ട് 6 മണിയാട്ടോ. നമുക്ക് ബീച്ചിന്റെ ഭാഗത്തോട്ടൊക്കെ ഒന്ന് പോയിട്ട് വരാം. നമ്മൾ താമസിക്കുന്ന ഹോട്ടലിന്റെ തൊട്ടടുത്ത് തന്നെയാണ് ഈ ബാഗ ബീച്ച്. നമ്മൾ അത് നോക്കിയാണ് ഹോട്ടൽ ബുക്ക് ചെയ്തത്. അപ്പോൾ നമ്മൾ ഈ ബാഗ ബീച്ചിലോട്ട് വന്നപ്പോൾ ഇവിടെ ഈ മഴയത്ത് നനഞ്ഞൊക്കെ കിടക്കുന്ന ടേബിളും കസേരയൊക്കെ കാണാം. ഇവിടെ ഈ ബീച്ചിന്റെ കാഴ്ചകളൊക്കെ കണ്ട് ഫുഡൊക്കെ കഴിച്ച് ഇവിടെ ഇങ്ങനെ ഇരിക്കാം. അതാണ് ഈ ഗോവയുടെ ബീച്ചിന്റെ ഒക്കെ ഒരു പ്രത്യേകത. ബീച്ചിനോട് ചേർന്ന് തന്നെ കുറെ അധികം റെസ്റ്റോറന്റുകളുണ്ട്. ഈ റെസ്റ്റോറന്റുകളുടെ ഭാഗം തന്നെയാണ് ഈ ഇട്ടിരിക്കുന്ന കസേരകളൊക്കെ. പല ഗോവൻ വെറൈറ്റി ഭക്ഷണങ്ങളും ബിയറും ഈ ലിക്കർ വേണ്ടവർക്ക് അതും എല്ലാം ഈ ബീച്ചിൽ തന്നെ കിട്ടും. എന്നിട്ടും ഇവിടെ വഴിയിലോ പൊതുസ്ഥലങ്ങളിലോ ആരും അടിച്ചു പൂസായി നടക്കണമെന്നും കാണുന്നില്ലല്ലോ എന്നിങ്ങനെ ഓർത്ത് നടക്കുമ്പോഴാണ് ഇവിടെ ബീച്ചില് ആരോ കാര്യമായിട്ട് എന്തൊക്കെയോ ഉണ്ടാക്കി വെച്ചിരിക്കുന്നത് കാണുന്നത്. കണ്ടാ, ഇത് ബീച്ചിലെ ഒരു സ്ഥിരം കാഴ്ചയാണ്. ഏതെങ്കിലുമൊക്കെ കുട്ടികൾ ഉണ്ടാക്കി വെച്ചതായിരിക്കും. ഈ ഗോവയില് പ്രായവ്യത്യാസമില്ലാതെയാണ് ആളുകൾ വരുന്നത്. കുട്ടികളും കുടുംബമായിട്ട് വരുന്നവരും കപ്പിളായിട്ട് വരുന്നവരും സിംഗിളായിട്ട് വരുന്നവരും കൂട്ടുകാരൊത്ത് വരുന്നവരും അങ്ങനെ ഓഫ് സീസൺ ആണെങ്കിലും മഴക്കാലമാണെങ്കിലും ഇവിടെ ആളുകൾക്കൊരു കുറവില്ല. ഒരുപാട് ജോലി തിരക്കിനിടയിലും സ്ട്രെസ്ഫുൾ ആയിട്ടുള്ള ജീവിതത്തിൽ നിന്നൊക്കെ കുറച്ച് മാറി ഒന്ന് റിലാക്സ് ആവാൻ പറ്റിയ സ്ഥലമാണ് ഗോവ. അതിനുള്ളൊരു ആംബിയൻസ് ആണ് ഇവിടെ ഒരുക്കുന്നത്. ഗോവയിലെ ഏറ്റവും പ്രശസ്തമായ ബീച്ചുകളിൽ ഒന്നാണ് നോർത്ത് ഗോവയിലെ നമ്മളിപ്പോൾ വന്നിരിക്കുന്ന ഈ ബാഗ ബീച്ച്. ഗോവയില് 100 കിലോമീറ്റർ തീരപ്രദേശത്ത് 35ലധികം ബീച്ചുകളുണ്ട്. അതിലൊന്നാണ് നമ്മളിപ്പോൾ വന്നിരിക്കുന്ന ഈ ബാഗ ബീച്ച്. അത് കൂടാണ്ട് അഞ്ജുന ബീച്ച്, കണ്ടോലിം ബീച്ച്, വാഗത്തോർ ബീച്ച്, ആറമ്പൽ ബീച്ച്, മുർജിം ബീച്ച് എന്നൊക്കെ പറഞ്ഞ് പല ബീച്ചുകളും ഉണ്ട് ഇവിടെ. ഇത് കൂടാണ്ട് സൗത്ത് ഗോവയിലും വളരെ പ്രശസ്തമായിട്ടുള്ള ബീച്ചുകളുണ്ട്. ഈ ബീച്ചുകളിലൊക്കെ എല്ലാവിധ വാട്ടർ ആക്ടിവിറ്റീസും ഉണ്ടാവും കേട്ടോ. പക്ഷെ ഇപ്പോൾ മഴക്കാലം ആയതുകൊണ്ട് അതൊക്കെ നിർത്തി വെച്ചിരിക്കുകയാണ്. ബീച്ചിലാണെങ്കിൽ ഇപ്പോൾ ആളുകൾ ഇറക്കുന്നതും ഈ പരിമിതപ്പെടുത്തി വെച്ചിട്ടുണ്ട്. ഇപ്പൊ കുറച്ച് ഇരുട്ടിയപ്പോൾ ഈ ബീച്ചുകളിലെ റെസ്റ്റോറൻറ്റുകളിലെ ലൈറ്റൊക്കെ ഇട്ടവര്. അപ്പോൾ കൂടുതൽ ഭംഗിയായി. ഇനിയാണ് ഗോവ ഉണരുന്നത്. ഇനി ആഘോഷങ്ങളുടെ സമയമാണ്. ഇവിടെ മഴയായാലും വെയിലായാലും സീസൺ ആയാലും ഓഫ് സീസൺ ആയാലും ഗോവയിലെ ആ വൈബ് ഉണ്ടല്ലോ, അത് അങ്ങനെ തന്നെ ഇവിടെ കാണും. ഗോവയില് ഒരു തവണയെങ്കിലും വന്നിട്ടുള്ളവർക്ക് മനസ്സിലാവും ഇതേ ബീച്ച്, ഇതേ പ്രകൃതി, ഇതേ കാലാവസ്ഥ ഇത് തന്നെയാണ് നമ്മുടെ നാടും കേരളത്തിലും ഉള്ളത്. എന്നിട്ടും എന്തുകൊണ്ട് ആളുകൾ ഉല്ലസിക്കാൻ വേണ്ടി ഗോവ തിരഞ്ഞെടുക്കുന്നു എന്നുള്ളത് നമ്മൾ ചിന്തിക്കേണ്ട കാര്യമാണ്. അങ്ങനെ നമ്മൾ 2 ദിവസം ഗോവയ്ക്കൊന്നും ഇറങ്ങി എല്ലാ സ്ഥലവും എക്സ്പ്ലോർ ചെയ്തിട്ടില്ല. 1-2 സ്ഥലങ്ങൾ മാത്രമേ ആകെ പോയിട്ടുള്ളൂ. ബീച്ചുകളൊക്കെ ഒന്ന് ജസ്റ്റ് കണ്ടു എന്ന് മാത്രമേ ഉള്ളൂ. ഈ റെയിനി സീസണിൽ വന്നു കഴിഞ്ഞാൽ ഈ സ്ഥലങ്ങൾ കാണാന്ന് പറഞ്ഞാൽ ഇത്തിരി പാടാണ്. കാരണം നല്ല മഴ പെയ്തുകൊണ്ടിരിക്കുക. മഴയത്ത് പോയി വീഡിയോ എടുക്കലും അല്ല നമ്മൾ യാത്ര ചെയ്യുന്ന ഒരു ചടങ്ങ് തന്നെയാണ്. ശരിക്കും റെയിനി സീസണിൽ എനിക്ക് തോന്നുന്നത് ഈ മഴയൊക്കെ ആസ്വദിച്ച് ഒരു റിലാക്സ് ചെയ്ത് 2 ബിയറൊക്കെ അടിച്ച് ആ ഒരു മൂഡില്ലേ, അങ്ങനത്തെ സെറ്റപ്പ് ആണെങ്കിൽ റെയിനി സീസൺ അടിപൊളിയാണ്. ഒരു റിലാക്സ് ചെയ്യാന്നുള്ളൊരു മൂഡ്. സ്ഥലങ്ങളൊക്കെ കാണാൻ ആയിട്ട് വരണം പ്ലാൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ എൻ്റെ ഒരു അഭിപ്രായത്തിൽ മഴക്കാലത്ത് ഒഴിച്ചുള്ള ബാക്കി സെപ്റ്റംബർ, നവംബർ, ഡിസംബർ, അതായത് വേനൽക്കാലത്തൊക്കെ സമ്മർ ടൈമിലൊക്കെ തന്നെയാണ് നല്ലത്. ഇത്തിരി വെയിലുണ്ടാവും എന്ന് മാത്രമേ ഉള്ളൂ. പക്ഷെ സ്ഥലങ്ങളൊക്കെ സൗകര്യമായിട്ട് പോയി കാണാം. കടലിലിറങ്ങാം. ഇപ്പൊ ഇന്നലെയൊക്കെ കടലിലിറങ്ങുമ്പോൾ അവരെ ഓടിച്ചിടുന്നുണ്ടായിരുന്നു കയറിപ്പോക്കോന്ന് പറഞ്ഞു. കാരണം ഭയങ്കര റഷാണ് കടല്. അപ്പൊ ഗാർഡുമാരില്ലാത്ത സമയത്ത് കടലിൽ ചാടുന്നവരാണ് കൂടുതലും. അങ്ങനെയുണ്ട്. ഭയങ്കര ഡേഞ്ചറാ. ചിലപ്പോൾ വലിച്ചുണ്ടൊക്കെ പോകും, പറയാൻ പറ്റില്ല. അപ്പോൾ റെയിനി സീസണിൽ ഇങ്ങനത്തെ കുറച്ച് പ്രശ്നമുണ്ട്. അപ്പോൾ റിലാക്സ് ആ ഒരു മൈൻഡാണെങ്കിൽ ഈ സമയം കറക്റ്റാണ്. നല്ല രസം, ഭയങ്കര വൈബാണ്. ആ ബീച്ചിലൊക്കെ പോയി ഇരിക്കാനായിട്ട് രക്ഷയില്ല. ഭയങ്കര കാറ്റും നല്ല രസമാണ്. അപ്പോൾ നമ്മൾ ഇനിയിപ്പോൾ നേരെ ഗോവയിൽ നിന്ന് വിടാണ്. നേരെ മംഗലാപുരം പോയിട്ട് സ്റ്റേ അടിക്കാനാണ് പ്ലാൻ. വണ്ടിക്ക് ചെറിയ ലൈറ്റൊക്കെ ഒന്ന് മാറ്റാൻ പ്ലാൻ ഉണ്ട്. അതിന്റെ ലൈറ്റ് അടിച്ചു പോയി, ബൾബ് പോയി. അപ്പോൾ പോകുന്ന വഴി മംഗലാപുരത്തുള്ള ഈ സ്ഥലത്തേക്ക് കയറി അതൊക്കെ നന്നാക്കി നേരെ വീട്ടിലോട്ട് പോകാനാണ് നമ്മുടെ പ്ലാൻ. അങ്ങനെ നമ്മൾ ഗോവയിനോടൊക്കെ യാത്ര പറഞ്ഞ് നമ്മൾ തിരിച്ച് കേരളത്തിലേക്ക് പോവാണ്. ഈ കാണുന്നതാണ് അടൽ സേതു ബ്രിഡ്ജ്. ഈ പാലം ഇന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ 3ാമത്തെ കേബിൾ സ്റ്റേഡ് പാലമാണ്. പനാജിക്കും പോർവോറിമിനും ഇടയിലുള്ള കേബിൾ സ്റ്റേ പാലമാണ്. ഇതിന് 3 കിലോമീറ്റർ നീളമുണ്ട് കേട്ടോ. 2019 ഈ പാലം ഓപ്പൺ ചെയ്തത്. നമ്മളിപ്പോൾ പോകുന്നത് NH-66 കൂടിയാണ്. ഈ പാലത്തിലൂടെ ഇരുചക്ര വാഹനങ്ങൾക്കും അതുപോലെ ഓട്ടോറിക്ഷ പോലുള്ള വാഹനങ്ങൾക്കൊക്കെ യാത്ര ചെയ്യുന്നത് നിരോധിച്ചിട്ടുണ്ട്. അത് കഴിഞ്ഞ് വരുന്ന ഈ ബ്രിഡ്ജാണ് ന്യൂ സുവാരി ബ്രിഡ്ജ്, അല്ലെങ്കിൽ മനോഹർ സേതു പാലം എന്നും അറിയപ്പെടും. ഈ സുഹാരി എന്ന് പറയുന്ന നദിക്ക് കുറുകെയാണ് ഈ ഒരു പാലം നിർമ്മിച്ചിട്ടുള്ളത്. 640 മീറ്റർ ആണ് ഈ പാലത്തിന്റെ നീളം. ഇത് 2022 ഇത് ഓപ്പൺ ചെയ്യുന്നത്. നമ്മളങ്ങനെ പോകുന്ന വഴിക്ക് കണ്ട ഒരു സ്ഥലപ്പേരാണ് കണകുണ.
നല്ല പേര്. ഇടയ്ക്കതേ ഇതേപോലെ പശുവൊക്കെ വട്ടം ചാടോട്ടാ, സൂക്ഷിച്ചു പോയില്ലെങ്കിൽ പണിയാണ്. ഇതേ ഒരു ടോള് വരുന്നുണ്ട്. നമ്മൾ മഴക്കാലത്ത് യാത്ര ചെയ്യുമ്പോൾ മഴയില്ലാതെ എന്തും മഴ ഡ്രൈവ് അല്ലേ. ഇതേ നല്ല മഴ പെയ്യുന്നുണ്ട്. ചില സമയത്ത് കണ്ണ് കാണാൻ പാടില്ലാത്ത രീതിയിലാണ് മഴ പെയ്യുന്നത്. അങ്ങനെ നമ്മൾ ഗോവൻ ബോർഡറൊക്കെ കഴിഞ്ഞു കർണാടകയിലോട്ട് കയറി. ഗോവയിലെ ചെക്ക് പോസ്റ്റിലും കർണാടകയുടെ ചെക്ക് പോസ്റ്റിലും പരിശോധന ഉണ്ടായിരുന്നു കേട്ടോ. കുപ്പിയാണ് അവർ തപ്പുന്നത്. അങ്ങനെ നമ്മൾ പോകുമ്പോൾ കർണാടകയിലെ ഒരു ജിയോ ബ്രിട്ടീഷ് പെട്രോളിയം പമ്പിൽ കയറിയിട്ട് വണ്ടിയിൽ ഡീസൽ അങ്ങ് അടിച്ച് നിറച്ചു. ഇവിടെ ഡീസലിന് 88 രൂപയാണ്. ഇതേ സമയം കേരളത്തിൽ 94 രൂപയാണ്. നമ്മൾ ഒറ്റ സ്ട്രെച്ചിൽ ഓടിക്കണ്ടെന്ന് വിചാരിച്ചിട്ട് നമ്മൾ മംഗലാപുരത്ത് ഈ കാണുന്ന ഹോട്ടലിൽ നമ്മൾ റൂം എടുത്തു. ഇനി നമുക്ക് റെസ്റ്റ് ഒക്കെ എടുത്ത് രാവിലെ പോകാം. മംഗലാപുരത്ത് വന്നപ്പോൾ നമ്മുടെ വണ്ടിയുടെ ഹെഡ്ലൈറ്റ് ഒന്ന് മാറി. അത് നേരത്തെ ഒരു കംപ്ലൈന്റ് ഉണ്ടായിരുന്നു, അത് കത്തുന്നില്ലായിരുന്നു. അപ്പോൾ നമ്മൾ പുതിയ ഹെഡ്ലൈറ്റ് ഒക്കെ ഇട്ടു. അതിനുശേഷം നമ്മൾ യാത്ര തുടരുകയാണ്. നമ്മളതേ കേരളത്തിലോട്ട് കയറി. അപ്പോൾ പുതിയതായിട്ട് വരുന്ന NH66 6 വരി പാതയാണ് ഈ കാണുന്നത്. കേരളത്തിന്റെ വികസനത്തിന് ഏറ്റവും ആവശ്യമായ ഈ റോഡ് വർഷങ്ങൾ വൈകിയാണെങ്കിലും നമുക്കിപ്പോൾ വന്നു. ഇനി എന്തായാലും 10-15 വർഷത്തേക്ക് നമുക്ക് അതിവേഗത്തിൽ ഓരോ സ്ഥലങ്ങളിലായിട്ട് എത്താം, സഞ്ചരിക്കാം. അപ്പോൾ നമ്മുടെ ഈ ഒരു കൊച്ചു ഗോവൻ യാത്ര ഇവിടെ അവസാനിക്കുകയാണ്. അടുത്ത പുതിയ യാത്രകളൊക്കെ ആയിട്ട് കാണാം. അപ്പോൾ എല്ലാവർക്കും ബൈ.